അശാന്തമായിട്ടുള്ള സൈനിക സമ്മർദ്ദം നിലനിർത്താനുള്ള നെതന്യാഹുവിന്റെ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത് നെതന്യാഹുവിന്റെ വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണ് എന്നാണ്. ഇതൊടുവിൽ ഇസ്രായേൽ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തീവ്രവാദികളെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നതിൽ സംശയമില്ല. അതായത് ഇസ്രായേലിന്റെ ഈ സൈനിക സമ്മർദ്ദത്തിൽ ഹമാസ് ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവിത പുറത്തുവരികയാണ്. അതായത് സൈനിക തലത്തിൽ സമ്മർദ്ദം തുടരാനാണ് ശ്രമമെങ്കിൽ ബന്ദികളായവരെ എല്ലാം ശവപ്പെട്ടികളിൽ മടക്കി അയക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ഹമാസ് ഉയർത്തിയിരിക്കുന്നത്. ബന്ദികളെ തൊട്ടാൽ കാര്യങ്ങൾ മാറിമറിയുമെന്ന് നന്നായി തന്നെ ഹമാസിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്കൊരു ഭീഷണി ഇപ്പോൾ ഹമാസ് മുഴക്കിയിരിക്കുന്നത്. ബന്ദികളെക്കാൾ കൂടുതൽ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് നെതന്യാഹു പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ 6 ബന്ദികളുടെ തലയാണ് തുരങ്കങ്ങളിൽ കാണാനിടയായത്. അവരെ മൃഗീയമായി ക്രൂരതകൾ അനുഭവിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതിലൊരു അമേരിക്കൻ പൗരനുമുണ്ട്. അമേരിക്കയും ഈ കാര്യത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ തിരിച്ചടി നടത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഹമാസിന്റെ ഈ ഭീഷണി പുറത്തുവരുന്നത്. ബന്ദികളാക്കപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായും ഹമാസ് പറയുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ വിവിധ മേഖലയിൽ നിന്ന് നടക്കുന്നതിനിടയിലാണ് ഹമാസ് വീണ്ടും ഇസ്രായേലിനെതിരെ ഭീഷണിയുമായി എത്തുന്നത്. സമാധാന കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെ ഒരു കരാർ ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി സൈനിക നടപടികളിലൂടെ തടവുകാരായവരെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇതാണ് ഹമാസ് ഭീകരരെ ചൊടിപ്പിച്ചത്. അത്തരത്തിൽ സൈനിക സമ്മർദ്ദത്തിലൂടെ തടവുകാരെ മോചിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ആ നിർബന്ധം ബന്ദികളായ ഓരോരുത്തരെയും ശവപ്പെട്ടിക്കുള്ളിലാക്കുന്നതായിരിക്കുമെന്നും അവരുടെ കുടുംബങ്ങൾക്ക് ആ രീതിയിൽ മാത്രമേ അവരെ കാണാൻ സാധിക്കൂ എന്നും അസൈദ് അൽ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഒബൈദ പറയുകയാണ്. അബു ഒബൈദയെ സ്കെച്ചിടുകയാണ് ഇപ്പോൾ പ്രധാനമായും അമേരിക്ക ചെയ്യുന്നത്. ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ US വൈസ് പ്രസിഡന്റും വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസും രംഗത്തു വരികയാണ്. ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കൻ പൗരൻ ഹേർഷ് ഗോൾഡൻബർഗ് പോളിന്റെ മൃതദേഹം റാഫയിലെ ടണലിൽ കണ്ടെത്തിയതിന് പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കമലാ ഹാരിസ് ഹമാസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത്. അവരെ ഭീകരരുടെ സംഘടന എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുമുള്ളത്. ഹമാസ് തുടരുന്ന ക്രൂരതയെ ഞാൻ അപലപിക്കുന്നു എന്നും ലോകം മുഴുവൻ ഹമാസിന്റെ നടപടിയിൽ അപലപിക്കണം. 1200 പേരെ കൂട്ടക്കൊല ചെയ്തതിലൂടെ ആളുകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതിലൂടെയും ബന്ദികളാക്കിയതിലൂടെയും ഹമാസിന്റെ ക്രൂരത വ്യക്തമാണ്. ഇസ്രായേൽ ജനതയ്ക്കും ഇസ്രായേലിലെ അമേരിക്കൻ പൗരന്മാർക്കും ഹമാസ് ഉയർത്തുന്ന ഭീഷണി ഇല്ലാതെയാക്കണം. ഗാസയെ നിയന്ത്രണത്തിലാക്കാൻ ഹമാസിന് കഴിയരുത്. ഫലസ്തീൻ ജനതയും ഹമാസിന് കീഴിൽ ദുരിതം അനുഭവിക്കുകയാണെന്നും കമലാ ഹാരിസ് പറയുകയുണ്ടായി. അതേസമയം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന സമാനതകളില്ലാത്ത ക്രൂരതയെ കമല പരാമർശിച്ചിട്ടേയില്ല. ഇസ്രായേലിന് US ആയുധം നൽകുന്നതിന് തുടരുമെന്ന സൂചന തന്നെയാണ് കമല നേരത്തെയും നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളുമെന്നും കമലാ ഹാരിസ് ആവർത്തിക്കുകയാണ്. സ്വയം പ്രതിരോധിക്കുവാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ടെന്നും ഞാൻ എപ്പോഴും ഉറപ്പാക്കും. കാരണം ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകര ആക്രമണം ഇനി ഒരിക്കലും ഇസ്രായേൽ ജനത അഭിമുഖീകരിക്കരുത് എന്നാണ് കമലാ ഹാരിസ് പറയുന്നത്.